ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്ര തുടരുകയാണ്. യാത്ര തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലെ ഡാമിൻ വില്ലേജിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി വിശേഷവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഡാമിൻ വില്ലേജിലെ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഒന്ന് മറന്നു പോകാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1ൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. നമ്മളങ്ങനെ ജോമോൻ അച്ഛൻ്റെ താമസ സ്ഥലത്ത് നിന്ന് അതിൻ്റെ നേരെ എതിർവശത്തായിട്ടുള്ളൊരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഡാമിൽ തന്നെയുള്ള ഗ്രാമമാണ്. അച്ഛൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രാമം തന്നെയാണ്. ഇതൊരു മലയുടെ ചരിവിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഈ അരുണാചൽ പ്രദേശിലുള്ള ഒട്ടുമിക്ക വീടുകളും അല്ലെങ്കിൽ ഒട്ടുമിക്ക ഗ്രാമങ്ങളും ഇതേപോലെ മലഞ്ചെരുവുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് താമസിക്കുന്നത് ഈ മലഞ്ചെരുവുകളിലൊക്കെ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്നപ്പോൾ നമ്മൾ ഇവിടുത്തെ വീടുകൾ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ വീടുകളും ഇങ്ങനെ ഒരു കാലിലാണ് അത് നിർത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെയല്ല ഒരു വീട് പണിയുന്നത്. ആദ്യം പില്ലർ പോലെ ഒരു കാലുകൾ തീർത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പുറത്താണ് എല്ലാ വീടുകളും പണിതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ വീടുകളുടെ ഒരു സവിശേഷത അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നൊക്കെ. പക്ഷേ നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോൾ ഈ ഡാമിൻ ഗ്രാമത്തിലെ വീടുകൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ പില്ലേഴ്സിലാണ് തീർത്തിരിക്കുന്നത്. അപ്പോൾ അരുണാചൽ പ്രദേശിൽ എല്ലാ ഭാഗത്തുള്ള ഗ്രാമങ്ങളിലുള്ള എല്ലാ വീടുകളും ഏതാണ്ട് ഇതേപോലെയൊക്കെയല്ലേ പണിതിരിക്കുന്നത്? തീർച്ചയായിട്ടും അരുണാചൽ പ്രദേശിൻ്റെ എല്ലാ ഭാഗത്തുള്ള വീടുകൾ ഈ പില്ലറിന്മേലാണ് പണിതിരിക്കുന്നത്. ഒന്ന് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്ന് ചെരുവുള്ള പ്രദേശമാണ്. അപ്പോൾ അത് നിരത്താനായിട്ട് വലിയ ബുദ്ധിമുട്ട്. നിരത്തിയാലും ഈ സ്റ്റീപ്പായ മല ആയതുകൊണ്ട് ഒത്തിരി നിർത്തേണ്ടി വരും. ഒരു ലെവൽ പ്രദേശം കിട്ടണമെങ്കിൽ നമ്മൾ ഒത്തിരി നിർത്തേണ്ടതായിട്ട് വരും. മല സ്റ്റീപ്പായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അവർ പില്ലറയിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് പില്ലർ നോക്കി അറിയാം. പില്ലറിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ പല ഹൈറ്റിലാണ്. ആദ്യത്തെ ഒരു ലെവൽ പില്ലർ ഇത്രയും പൊക്കമുള്ളെങ്കിൽ താഴോട്ട് തോറും അതിൻ്റെ ഹൈറ്റ് കുടിക്കണം. കാരണം അത് ലാൻഡിൻ്റെ പ്രത്യേകതയാണ്. ലാൻഡ് ചെരിഞ്ഞായിരിക്കുന്നത് മല. അപ്പോൾ അങ്ങനെ ഇവിടെ വീട് പണിയാൻ സാധിക്കുകയുള്ളൂ. അതായത് കുറഞ്ഞ ചെലവിൽ പെട്ടെന്ന് വീട് പണിയാൻ ഇങ്ങനെ സാധിക്കുകയുള്ളൂ. പണ്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ പില്ലറിന് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുളങ്കമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും തടി പീസൊക്കെയാണ് ഈ തൂണായിട്ട് പില്ലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കാലം മാറിയതനുസരിച്ച് ഇപ്പോൾ കോൺക്രീറ്റ് പില്ലേഴ്സ് ഇപ്പോൾ തൂണായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തൂണിൻ്റെ മുകളിൽ ആദ്യം പണ്ട് കാലത്ത് അവർ ബാമ്പു വെറുതെ ചതച്ച് പൊട്ടിച്ച് ബാമ്പു അടുക്കി വെക്കുന്ന രീതിയായിരുന്നു പണ്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അത് എന്നിട്ട് ബാമ്പു വെച്ച് തന്നെ 4 ചുറ്റും മറയ്ക്കും. ചതുരാകൃതിയിലാണ് ഇവരുടെ വീടിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്. അപ്പോൾ 4 സൈഡ് ബാമ്പു വെച്ച് തന്നെ ബാമ്പു വെച്ച് തട്ടി ഉണ്ടാക്കിയിട്ടല്ലേ ബാമ്പു ഇങ്ങനെ പൊളക്കും എന്നിട്ട് ചതയ്ക്കുമ്പോൾ ഇങ്ങനെ വട്ടത്തിലേക്ക് ബാമ്പു നൂർന്നു വരും. അപ്പോൾ അതിങ്ങനെ അത് വെച്ചിട്ടൊരു തട്ടി പോലെ ഉണ്ടാക്കിയിട്ടാണ് പണ്ട് പ്ലാറ്റ്ഫോമും അത് തറയും ഭിത്തി എല്ലാം ബാമ്പു വരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മാറ്റം അനുസരിച്ച് ഇപ്പോൾ തറ ഇപ്പോൾ തടി പലക നിരത്തി വെച്ച് അതൊരു പ്ലാറ്റ്ഫോം പോലെയാക്കി, പില്ലറിനെ മണ്ടേ വെച്ച് ഒരു പ്ലാറ്റ്ഫോം പോലെയാക്കി തറയാക്കി. എന്നിട്ട് ഇപ്പം അത് കഴിഞ്ഞ് കുറേ വീടുകൾ മുള വെച്ച് തന്നെയാണ് ഭിത്തി ഉണ്ടാക്കുന്നത്. എന്നാൽ ഇപ്പം മൊത്തം തടി വെച്ച് തന്നെ പ്രത്യേകത അടുക്കി വെച്ച് ഹൈറ്റ് വരെ ഇത്ര ഹൈറ്റിൽ തടി വെച്ച് തന്നെ വീട് അവർ പണിയാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പഴയ രീതിയിലുള്ള ഒരു മെയിൻ്റനൻസ് അധികം പെട്ടെന്ന് വരത്തില്ല അല്ലേ? ഇല്ല, മെയിൻ്റനൻസ് പെട്ടെന്ന് മുള കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് ഇല്ലാതായി പോകും. മുള അങ്ങനെ പെട്ടെന്ന് ഇല്ലാതാവില്ല. അതിൻ്റെ ഒരു പ്രത്യേകത ഇവർക്ക് നടുക്കൊരു അടുപ്പുണ്ട്. അടുപ്പിൽ നിന്നുള്ള ചൂടേറ്റ് ഈ മുള കൂടുതൽ സ്ട്രോങ് ആവും. പുകയും ചൂടിട്ട് കൂടുതൽ സ്ട്രോങ്. അതായത് മുളയ്ക്ക് കുത്തലോ അല്ലെങ്കിൽ ഈച്ച കയറുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഈ ചൂടടിക്കുന്നുണ്ട്, നടുക്ക് അടുപ്പിരിക്കുന്നുണ്ട്. ഈ പുകയുന്നതുകൊണ്ട് മുള കുറച്ചും സസ്റ്റെയിൻ ചെയ്യും. കുറച്ച് നാളും കൂടി അത് നീണ്ടു നിൽക്കും. നമ്മുടെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വീടിന് നടുക്ക് അടുക്കളയില്ല, അടുപ്പില്ല. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ബാമ്പു മുള പെട്ടെന്ന് പോകുന്നുണ്ട്, പൊടിഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ ഇവരുടെ വീടിൻ്റെ അങ്ങനെ, കാരണം നമ്മുടെ വീട് പണിതാക്കുന്ന ഇവരുടെ രീതി പോലെയല്ല. നമ്മുടെ ഒരു മുറികളായിട്ട് തിരിച്ച് ഒരു കേരള സ്റ്റൈൽ പോലെയാണ് നമ്മുടെ വീട്. അച്ഛമ്മ താമസിക്കുന്നത് മുറി തിരിച്ചാണ് അത് പണിതിരിക്കുന്നത്. അതുകൊണ്ട് അത് കുത്തി പോകുന്നുണ്ട്. എന്നാൽ ഇവരുടെ വീട് അങ്ങനെ പോകുന്നില്ല. കാരണം നടുക്കടുപ്പുണ്ട്. അടുപ്പിനെ എപ്പോഴും കത്തിക്കുന്നതുകൊണ്ട് അതിൻ്റെ പുകയും ചൂട് വെച്ച് കുറച്ച് നാളും കൂടെ നമ്മളെക്കാളും കൂടുതൽ നേരം ഈ മുള നിൽക്കും. ഒത്തിരി നാൾ നിൽക്കില്ല, എന്നാലും കുറേ നാളും കൂടെ നിൽക്കും. അപ്പോൾ പഴയ കാലത്ത് ഇപ്പോൾ ടിൻ ഷീറ്റാണ് അവർ ഉപയോഗിക്കുന്നത്. പഴയ കാലത്ത് പുല്ലല്ല, ഈ ഒരു പനയോല, നമ്മുടെ ഒരു പനയോല വളരെ വലിയ വീതി കൂടിയ ഇല പനയോല, അതായിരുന്നു ഇവർ മെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
അതിനുശേഷമാണ് അവർ ടിൻ ഷീറ്റിലേക്ക് അതിനുശേഷമാണ് ഇവർ ടിൻ ഷീറ്റ് വന്നത്. അതുപോലെ നമ്മൾ ഓരോ വീടിൻ്റെ മുറ്റത്തും അതുപോലെ ഇങ്ങനെ ആ പില്ലറുണ്ടല്ലോ, തട്ട്, വീട് പണിതിരിക്കുന്ന പ്ലാറ്റ്ഫോം, അതിൻ്റെ അടിയിലൊക്കെ അവർ ധാരാളം വിറക് സൂക്ഷിക്കുന്നുണ്ട്. അത് അവർക്ക് പാചകം ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതോ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ഹോളിൻ്റെ നടുക്കുള്ള ആ ഒരു ഫയർ പ്ലേസ് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ തടിയൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്? തടി ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടുത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് എപ്പോഴും മഴയാണ്. ഒരു മഴ എപ്പോഴും പെയ്യുന്ന സ്ഥലമാണ്. ഒരു ചിലർ പറഞ്ഞാൽ 300 ദിവസം, വർഷത്തിൽ 300 ദിവസം മഴ പെയ്യുന്ന സ്ഥലമാണ്. അതായത് തണുപ്പ് എപ്പോഴും തണുപ്പുള്ള സ്ഥലമാണ്. താപനില എന്ന് പറഞ്ഞാൽ 15 അല്ലെങ്കിൽ 10 ഡിഗ്രിക്ക് ഇടയ്ക്കുള്ള താപനില എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് തണുപ്പാണ്. അപ്പോൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഇവർ പ്രധാനമായിട്ടും തടി ഉപയോഗിക്കുന്നത്. കാരണം അല്ലാതെ തണുപ്പിൽ നിന്നൊരു രക്ഷപ്പെടാനായിട്ട് ഇവർക്ക് ഹീറ്ററോ കെറ്റിലോ അങ്ങനത്തെ ഇലക്ട്രിസിറ്റിയുടെ അഭാവം ഉള്ളതുകൊണ്ട് ഹീറ്ററോ ഒന്നും ഉപയോഗിക്കാണ്ട് ഇപ്പം പറ്റുന്നില്ല. അവരൊരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. നടുക്കൊരു അടുപ്പ് എപ്പോഴും കത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. തണുപ്പ് കാലത്ത് അവർ കിടന്നുറങ്ങുന്നത് ഈ തീക്ക് ചുറ്റുമാണ്. ഇനി എത്ര പേര് വന്നാലും ആ ഹാളിൽ തീ കത്തിച്ചാൽ അതിന് ചുറ്റും അവർക്ക് കിടന്നുറങ്ങാനായിട്ട് സാധിക്കും. തണുപ്പ് കാലത്ത് അവർ തീക്ക് ചുറ്റുമാണ് കിടന്നുറങ്ങുന്നത്. കുത്തനുള്ള കയറ്റാണ്. അങ്ങനെ നമ്മൾ കുത്തനെയുള്ള കയറ്റം കയറി ഈ ഗ്രാമത്തിലൂടെ നടക്കുകയാണ്. ഇവിടെ ഇവർ നടന്നു പോകുന്ന വഴിയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ സാവധാനം വേണം നടന്ന് മുകളിലേക്ക് കയറാനായി. കാരണം ആൾട്ടിറ്റ്യൂഡ് കൂടിയ പ്രദേശമായതുകൊണ്ട് വേഗത്തിൽ നടന്നു കയറാൻ ശ്രമിച്ചാൽ ശ്വാസം മുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അരുണാചൽ പ്രദേശിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ സെലാപാസ് ഇവിടെ നിന്ന് ഏകദേശം 8-9 മണിക്കൂർ യാത്രയേ ഉള്ളൂ. സെലാപാസിൻ്റെ ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 13,700 അടിയാണ്. അത്രയും ഉയരം ഈ ഒരു പ്രദേശത്തിനില്ലെങ്കിലും അത്യാവശ്യം നല്ല ഉയരത്തിലുള്ള മലനിരകളാണ് ഇവിടെ ഉള്ളത്. അതിനുള്ള തെളിവാണ് നമ്മൾ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത 44 എന്ന ആ മഞ്ഞു പെയ്യുന്ന പ്രദേശം. ഡാമിൻ വില്ലേജിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ മാറിയിട്ടാണ് ആ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ആൾട്ടിറ്റ്യൂഡ് കൂടിയ പ്രദേശങ്ങൾ നമ്മൾ ഓടിക്കയറാനോ വേഗത്തിൽ നടന്നു കയറാനോ ശ്രമിക്കരുത്. ശ്വാസം എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് വരും. പ്രത്യേകിച്ച് ആസ്മയുള്ള ആൾക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ തൊട്ടടുത്ത് ഹോസ്പിറ്റലൊന്നുമില്ല. ഏകദേശം ഇനി 400 കിലോമീറ്ററോളം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ പ്രധാനപ്പെട്ട അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ നോക്കിയേ, ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരിടമാണ്. കുറേ വീടുകൾ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആദ്യമായിട്ട് വന്ന് ഈ ഒരു കയറ്റം കയറുമ്പോഴത്തേനും നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വളരെ കൂളായിട്ടാണ് നടന്നു പോകുന്നത്. അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി അവരുടെ ലെൻസിൻ്റെ കപ്പാസിറ്റിയൊക്കെ നല്ല സ്ട്രോങ് ആണ്. ഇവിടുത്തെ ആൾക്കാർ ഇതുപോലെ നടന്ന് നല്ല രീതിയിൽ അധ്വാനിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കങ്ങനെ അധികം രോഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹോസ്പിറ്റലും ഇല്ല. എന്തായാലും ഈ ഗ്രാമവാസികളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം അവർ നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു മല തന്നെ 1-2 തവണ കയറി ഇറങ്ങിയാൽ തന്നെ ഇനി അഥവാ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ അത് മാറും. അത്രയും കുത്തനെയുള്ള കയറ്റവും ഇറക്കുവാണ് കേട്ടോ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ എല്ലായിടത്തും. എന്തായാലും ഇവരുടെ ഗ്രാമത്തിലൂടെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. കുറച്ച് ദൂരം നടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളിൻ്റെ മുൻപിൽ കുറച്ച് കുട്ടികളും അതോടൊപ്പം തന്നെ ടീച്ചേഴ്സും പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കണ്ടു. ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അടുത്ത ദിവസം വരാനിരിക്കുന്ന ഇവരുടെ കൾച്ചറൽ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നതെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ഇവിടെ എത്ര വരെ കുട്ടികൾ പഠിക്കുന്നുണ്ട്? കിത്ര ക്ലാസ് തക്ക് ഇത്? 10 വരെ ക്ലാസ് ഉണ്ട്. वतन ए वतन ए वतन जाने मन जाने मन जाने मन अपने इस चमन को स्वर्ग हम बनाएंगे कोना कोना अपने देश को सजाएंगे जश्न होगी जिंदगी का होगी सब मगन इसके वास्ते निसारे मेरा तन. അച്ഛാ, അതുപോലെ നമ്മുടെ ഈ ഗ്രാമമില്ലേ, ഡാമിൻ ഗ്രാമം, അപ്പോൾ ഇവരുടെ ഈ പ്രോപ്പർട്ടിയൊക്കെ അവരവരുടെ സ്വന്തമാണോ അതോ പൊതുവായിട്ട് ആണോ, ഗ്രാമത്തിൻ്റെ സ്വന്തമാണോ? എങ്ങനെയാണ് ഇവരുടെ ഈ നമ്മുടെ നാട്ടിലെ പോലെ ഇവർ പ്രോപ്പർട്ടി സ്വന്തമായിട്ട് ഓണർഷിപ്പ് ഉള്ളവരാണോ പൊതുവായിട്ടൊക്കെയാണോ? ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? അതായത് നമുക്ക് ഈ കാണുന്ന മലയെല്ലാം ഗവൺമെൻറ്റിൻ്റെ അല്ല, ഇത് ഓരോ വ്യക്തികളുടെയാണ്.
മലകൾ ഈ മലകളടക്കം ഓരോ ഈ കാണുന്ന സ്ഥലം എല്ലാം ഓരോ വ്യക്തികളുടെയാണ്. അതവർ പരമ്പരാഗത കൈമാറി വരുന്ന രേഖ സർക്കാർ ഓഫീസിൽ രേഖകളൊന്നും കാണത്തില്ല, പക്ഷെ ഇവർ തന്നെയാണ് ഇത് കൈയടക്കി വെച്ചിരിക്കുന്നത്. അവരുടെ സ്വന്തമാണ്. അവർ അവകാശപ്പെടുന്ന ഈ മല എന്റേത്, ഈ മല അവരുടെ അവകാശപ്പെടുന്നത്. അപ്പം എല്ലാ ഇവരെല്ലാം വില്ലേജുകളാണ്. വില്ലേജ് എന്ന് പറയുമ്പോൾ പക്ഷെ കുറച്ച് സ്ഥലം വില്ലേജിന് കോമൺ ആയിട്ടുണ്ട്. കുറി വില്ലേജിന് കുറച്ച് കോമൺ സ്ഥലമുണ്ട്. ഇവിടെ ഡാമിൻ വില്ലേജ് നമ്മൾ ഇവിടെ ഒരു ഗ്രൗണ്ട് കാണുന്നത് അതൊരു കോമൺ സ്ഥലമാണ്. ഈ ഗ്രൗണ്ട് കാണുന്നത് കോമൺ സ്ഥലമാണ്. അപ്പോൾ ഇവന്മാരുടെ മെയിൻ ഫംഗ്ഷൻ എല്ലാം വരുന്നത് ഇവർക്ക് ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. ഫെസ്റ്റിവലിന് വൻ പരിപാടികളെല്ലാം നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ട്, അതുപോലെ തന്നെ ഈ വില്ലേജിന് സ്ഥലമുണ്ട്. വില്ലേജിന് സ്ഥലം നമ്മളിപ്പോൾ ഇവിടെ ഇപ്പം അങ്ങനെ ആരും സ്ഥലം വിൽക്കുന്നൊന്നുമില്ല. സ്ഥലം വിൽക്കലും മേടിക്കലൊന്നുമില്ല. കുറച്ചും ഡെവലപ്പായ സിറ്റിയോട് ചെല്ലുമ്പം ഈ സ്ഥലം വിൽക്കലും വാങ്ങലൊക്കെ ഉണ്ട്. പക്ഷേ കോമൺ ഗ്രൗണ്ട് ഒരിക്കലും ആർക്കും സ്വന്തമാക്കാൻ സാധിക്കില്ല. അത് എപ്പോഴും കോമൺ തന്നെ ആയിരിക്കും. കോമൺ ഗ്രൗണ്ട് എന്ന് പറയുന്നത് വില്ലേജിന്റെ സ്വന്തമായിരിക്കും. ആർക്കും വിൽക്കാനോ മേടിക്കാനോ ഒന്നും. ഇതിപ്പോ ഡാമിൻ എന്ന് പറഞ്ഞാൽ വില്ലേജിന്റെ സ്വന്തം സ്ഥലമാണ്. ഇവിടെയാണ് ബാക്കി ഫംഗ്ഷൻസ് എല്ലാം നടക്കുന്നത്. ഇവിടെയാണ്. അപ്പൊ എല്ലാ വൈകിട്ടും ഇങ്ങനെ ഗ്രാമത്തിലുള്ള കുട്ടികൾ ഇവിടെ വന്ന് കളിക്കാറുണ്ട്. എല്ലാ ഫംഗ്ഷൻസ് വോളിബോൾ കളി, ഫുട്ബോൾ കളിയൊക്കെ ഇവര് ഇവിടെ കളിക്കാറുണ്ട്. ഈ കോമൺ ഗ്രൗണ്ടിൽ കളിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു പൊതുവെ ഇവരുടെ ഒരു കളി വോളിബോൾ ആണ്. ഇവർക്ക് മിക്കയിടത്ത് വോളിബോൾ കോട്ടിങ്ങനെ കാണും. പ്രത്യേക നോർത്ത് ഈസ്റ്റുകാരുടെ ഒരു പ്രധാന ഗെയിം എന്ന് പറഞ്ഞാൽ വോളിബോളും ഫുട്ബോളുമാണ്. ഈ ടൗണിൽ തന്നെ ഏകദേശം 5ഓളം വോളിബോൾ ഗ്രൗണ്ടുകളുണ്ട്. ഈ ചെറിയ നമ്മൾ കാണുന്ന ചെറിയ ഗ്രാമത്തിൽ തന്നെ ഒരു 5ഓളം വോളിബോൾ ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ ഹുറി വില്ലേജ് ഉണ്ട്. ഹുറി വില്ലേജിലൊരു 2-3 വോളിബോൾ ഗ്രൗണ്ട് ഉണ്ട്. നമ്മൾ ചാത്ത വില്ലേജില് ഒരു 10-15 ഫാമിലി ഉള്ളൂ. അവിടെ ഉണ്ട് 2 വോളിബോൾ ഗ്രൗണ്ടുകൾ. അപ്പൊ വോളിബോൾ അതിപ്പോ ക്രിക്കറ്റ് എത്തണം. അപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും കളിക്കും. രണ്ടുപേരും കളിക്കുന്നുള്ളതാണ്. രണ്ടുപേരും വൈകുന്നേരം കളിക്കാനായിട്ട് 2 വോളിബോൾ കളിക്കാനായിട്ട് സമയം വിനിയോഗിക്കും എന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ ഡാമിനിലെ രണ്ടാമത്തെ നിരപ്പായ സ്ഥലം കണ്ടിരിക്കുകയാണ്. ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ നിരപ്പായ സ്ഥലങ്ങൾ കാണാനായിട്ട് വളരെ ചുരുക്കമാണ്. അതിലൊന്ന് നമ്മൾ കണ്ടത് അവിടുത്തെ ആ വോളിബോൾ കളിക്കുന്ന ആ ഒരു കോർട്ടും അതല്ലെങ്കിൽ ആ കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് നമ്മളവിടെ നിരപ്പായിട്ട് കണ്ടത്. പിന്നെ അതിന് ശേഷം കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കാണാൻ സാധിച്ചത് ഇതാണ്. ഇത് ഇവിടുത്തെ ഹെലിപ്പാഡാണ്. ഇവിടെ പ്രധാനമായിട്ടും ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ ഈ ഒരു ഹെലിപ്പാഡ് ഉപയോഗിക്കുന്നത്? ഇത് പ്രധാനമായും ഇവിടുത്തെ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഈ ഹെലിപ്പാഡ് ഉപയോഗിക്കുന്നത്. ഇറ്റാനഗറിൽ ഏകദേശം ഒരു 350 കിലോമീറ്ററോളം മാറിയാണ് ഡാം എന്ന് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഒരു ദിവസം കൊണ്ട് വന്നെങ്കിലും പണ്ട് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത് 2 ദിവസം കൊണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. കാരണം ഒറ്റ ദിവസം ഒരു 30 മണിക്കൂർ യാത്ര അന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. വണ്ടി സർവീസ് ഇല്ല. വണ്ടി ഓടിച്ചുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു ചെറിയൊരു സൊല്യൂഷൻ ആയിട്ടുള്ള രീതിയിലാണ് ഗവൺമെൻറ് ഒരു ഹെലികോപ്റ്റർ സർവീസ് തുടങ്ങിയത്. അതായത് എല്ലാ ചൊവ്വാഴ്ചയും ഹെലികോപ്റ്റർ വരും എന്നാണ് പറയുന്നതെങ്കിലും വർഷത്തിലൊരു 8-10 തവണ വരുള്ളൂ. കാരണം മഞ്ഞുണ്ടെങ്കിലും മഴയുണ്ടെങ്കിലും ഒന്നും ഹെലികോപ്റ്റർ വരത്തില്ല. അപ്പോൾ വർഷത്തിലൊരു 8-10 പ്രാവശ്യം ഹെലികോപ്റ്റർ വരും. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയാണ് അവർ പറയുന്നത്. നമുക്ക് ഏകദേശം അറിയാം വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഹെലികോപ്റ്റർ വരാൻ സാധ്യത ഉണ്ടെന്നുള്ള. അപ്പോൾ നമ്മൾ നേരത്തെ ടിക്കറ്റ് ഇവരോട് പറഞ്ഞ് ബുക്ക് ചെയ്യണം. ഒരു 10 പേർക്ക് ഇറങ്ങുന്ന ചെറിയ ഹെലികോപ്റ്റർ ഉണ്ട്. 10 പേർക്ക് മാക്സിമം യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഹെലികോപ്റ്റർ ഇറ്റാനഗറിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ആളെ കൊണ്ടുവരും. അത് ഇവിടെ വന്ന് ഇറങ്ങും. ഉടനെ തന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടുന്നുള്ള ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഇറ്റാനഗർ ഇട്ടിട്ടും ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇറ്റാനഗറിൽ ഹെലികോപ്റ്റർ വഴി ഇറ്റാനഗർ ചെല്ലുവാനായിട്ട് സാധിക്കും. എത്രയാണ് അതിന്റെ സർവീസ് ചാർജ് വാങ്ങിക്കുന്നത്? 3,300 രൂപയാണ് സർവീസ് ചാർജ് വാങ്ങിക്കുന്നത് ഒരാൾക്ക്. നമ്മളിപ്പോൾ അല്ലാതെ സർവീസ് പോയാലും എങ്ങനെ പോയാലും നമുക്കൊരു 3,000 രൂപ ചെലവാകും. സുമോയ്ക്കാണെങ്കിൽ അത്രയും രൂപ ചെലവാകും. ലാഭം അതാണ്. പക്ഷേ ഇത് എല്ലാ ദിവസവും വരില്ല എന്നുള്ളത് മാത്രമേ പ്രശ്നം. എല്ലാ ആഴ്ചയും വരില്ല എന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. ഇപ്പൊ അത്ര കുറഞ്ഞു. ഇപ്പൊ റോഡൊക്കെ കുറച്ചും കൂടെ നന്നായത് കൊണ്ട് ഇപ്പൊ കുറച്ചും കൂടെ ഹെലികോപ്റ്റർ സർവീസ് കുറഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോ മറ്റേ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞാൽ തോക്ക് തരാം പക്ഷെ വെടിവെക്കരുത്. ഹെലിപ്പാഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഹെലികോപ്റ്റർ സർവീസ് ഒന്നും എല്ലാ ദിവസവും അല്ല. ഈ പറയുന്ന പോലെ ഒരു ചൊവ്വാഴ്ച കാത്തിരിക്കണം. ഇനി ചൊവ്വാഴ്ച ആണെങ്കിൽ വെതർ മോശമാണെങ്കിൽ അതിൽ കയറി യാത്ര ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഹെലിപ്പാഡിനെ സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേനും ഡാമിൻ്റെ മനോഹരമായ ഒരു വ്യൂ, പ്രത്യേകിച്ച് ആ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ആ ഒരു കാഴ്ചയും
മലനിരകളുടെ ഭംഗിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത്യാവശ്യം നല്ല കാറ്റും വീശുന്നുണ്ട്, അതുകൊണ്ട് നല്ലൊരു ചെറിയൊരു തണുപ്പുണ്ട്. അച്ഛനൊക്കെ കണ്ടില്ലേ ഈ മങ്കി ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്, സാറും വെച്ചിട്ടുണ്ട്. ഞാൻ മാത്രം തക്കാലം ഒരു ക്യാപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജാക്കറ്റൊന്നും ഇടാതെ നമുക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല, അത്രയും തണുപ്പാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ഒരു സമയത്ത് ഒരു 10 ഡിഗ്രി അടുപ്പിച്ച് കാണുമായിരിക്കും. 8-7 ഡിഗ്രിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു സമയത്തെ താപനില. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇവിടെ വന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു വ്യൂ കിട്ടിയാനെ. ഇപ്പോൾ ക്ലൈമറ്റ്, പ്രത്യേകിച്ച് സൂര്യൻ ഇവിടെ ഇല്ലല്ലോ അല്ലേ, പ്രത്യേകിച്ച് അസ്തമിച്ചെന്ന് പറയാനായിട്ട്. എന്നാലും രാവിലെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. ആ ഒരു സമയത്ത് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുക്കാമായിരുന്നു. ഇപ്പോൾ ചെറിയൊരു മങ്ങലുണ്ട്, പ്രത്യേകിച്ച് കോടമഞ്ഞ് ഇങ്ങനെ വന്ന് കടന്നു പോകുന്നതുകൊണ്ട് ചില സമയത്ത് നമുക്ക് വിഷ്വൽസ് അത്ര ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് ചിത്രീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാഴ്ചയിൽ അത്ര ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നില്ല, പക്ഷേ നമ്മൾ വിഷ്വൽ ചിത്രീകരിക്കുമ്പോഴത്തേനും ചെറിയൊരു മൂടൽ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന തിട്ടയുടെ മുകളിലായിരുന്നു ഹെലിപ്പാഡ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നോക്കിക്കോണേ, ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേനും നമുക്ക് താഴെ ഗ്രാമം കാണാം. ഈ ഒരു വഴി കണ്ടോ, ഇതിലൂടെ വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. നല്ലൊരു കയറ്റമാണ്. ആ കയറ്റം കയറി ഇങ്ങനെ കറങ്ങി വേണം മുകളിലേക്ക് പോകാനായിട്ട്. വളരെ സ്പേസ് കുറവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ബ്രേക്ക് എന്തെങ്കിലും ചവിട്ടിയിട്ട് നിന്നില്ലെങ്കിൽ ദേ ഇങ്ങനെ അങ്ങ് പോയി താഴേക്ക് പോകുന്നതായിരിക്കും. അത്രയും താഴ്ചയാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വണ്ടി തിരിച്ചിങ്ങനെ മുകളിലേക്ക് കയറ്റാനായിട്ട്. ഇവിടെ ഓരോ വാഹനങ്ങൾ വരുമ്പോഴത്തേനും ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ കറങ്ങിയിട്ടൊക്കെയാണ് അവർ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇതിലൂടെ വാഹനം ഇങ്ങനെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോക്ക് പാടായിരിക്കും. അങ്ങനെ നമ്മൾ ഡാമിനിലെ പ്രധാന ഗ്രാമക്കവലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്തടുത്ത കുറേ വീടുകളും അതോടൊപ്പം തന്നെ കുറച്ച് കടകളും കാണാം. ഗ്രാമക്കവലയിൽ പ്രായഭേദമന്യേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ റോഡിലൂടെ ഓടിക്കളിച്ച് നടക്കുന്നതും കാണാം. ഇവിടെ അധികം വാഹനങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഈ കാണുന്ന മെയിൻ റോഡിലൂടെ എല്ലാവരും വർത്തമാനം പറഞ്ഞ് നടക്കുകയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറിയ ഗ്രാമത്തിലാണെങ്കിൽ പോലും ഒരു വീട്ടിൽ തന്നെ 2-3 വാഹനങ്ങളാണ്. നമ്മളിങ്ങനെ ഗ്രാമത്തിലൂടെ നടന്നു വരുന്ന സമയത്ത് ഒരു ചെറിയൊരു കട കണ്ടു കേട്ടോ. അതിൻ്റെ മുൻപിലായിട്ട് കുറച്ച് ഇല ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഗ്രാമത്തിൽ ഈ ഗ്രാമവാസികൾ പല സ്ഥലങ്ങളിൽ വളർത്തുന്ന ഒരു ഇലയാണിത്. ഇതറിയപ്പെടുന്നത് ലായിപ്പത്ത എന്നാണ്. ലായിപ്പത്ത എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇത് പ്രധാനമായിട്ടും ഇതിങ്ങനെ ഇവർ പുഴുങ്ങി കഴിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിലിട്ട് വേവിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മസാലയൊന്നും അങ്ങനെ അധികം അവർ ഉപയോഗിക്കാറില്ല. പിന്നെ ഇവർ ഈ ലായിപ്പത്ത വേറൊരു രീതി ഒരു കാര്യം കൂടി ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ചിക്കനൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ആ സമയത്തും ഇവർ അതിനകത്തിട്ട് വേവിച്ച് കഴിക്കാറുണ്ട്. അതായത് സൂപ്പ് പോലെയൊക്കെ ഈ ലായിപ്പത്ത ഉപയോഗിച്ച് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. എന്തായാലും നടന്ന് ക്ഷീണിച്ചല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പം അച്ഛൻ പറഞ്ഞു ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. കോക്ക്, പിന്നെ റെഡ് ബുള്ള്, പിന്നെ ഇതുപോലത്തെ ക്യാൻ ഐറ്റംസ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അവരിതിന് അഡിക്റ്റായി മാറിയിരിക്കുകയാണ്. ഓഹോ, അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അവർക്ക്. ഇങ്ങനെ അവർ അഡിക്റ്റായി മാറിയിരിക്കുകയാണ് ഇങ്ങനത്തെ കോക്ക്, പിന്നെ അതോടൊപ്പം തന്നെ മൗണ്ടൻ ഡ്യൂ, പെപ്സി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഇവരിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അവർക്ക് അങ്ങനെ പല രോഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെന്നാണ് അച്ഛൻ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഈ ഗ്രാമത്തിലൊരു ചെറിയ കടയാണ്, അപ്പോൾ അതിൻ്റെ മുന്നിലാണ് നമ്മളിരിക്കുന്നത്. ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ ചായ ഒന്നും കുടിക്കുന്നില്ല കേട്ടോ. ഇവരെല്ലാം ഇങ്ങനത്തെ ഡ്രിങ്ക്സാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ചായ കുടിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. നമ്മൾ പിന്നെ വീടുകളിലൊക്കെ പോകുമ്പോൾ മാത്രമാണ് ആൾക്കാർ നമുക്ക് ചായയൊക്കെ ഇട്ട് തരുന്നത്. ചായക്കടകളൊന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കില്ല. ചായക്കട മാത്രമല്ല, ഹോട്ടൽ പോലും ഈ ഒരു ഗ്രാമത്തിലില്ല കേട്ടോ. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പോവുകയാണെങ്കിൽ ഒരു ചെറിയ ഹോട്ടലോ അല്ലെങ്കിൽ ഒരു ചായക്കടയൊക്കെ കാണും. അങ്ങനത്തെ ഒരു സംഭവമേ ഈ ഒരു ഗ്രാമത്തിലില്ല. എന്തായാലും ഇത് തൽക്കാലം കുടിച്ച് നമുക്ക് സംതൃപ്തിപ്പെടാം, എന്നിട്ട് നമ്മുടെ ബാക്കി യാത്ര തുടരാം. അങ്ങനെ അച്ഛൻ പറഞ്ഞ പ്രകാരം നമ്മളൊരു വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാനും പഠിച്ചു സാറേ, ഞാനും പഠിച്ചു. അങ്ങനെ ഒരു പുതിയ ഭാഷ പഠിച്ചിരിക്കുകയാണ്. നിഷിലല്ലേ അലൈപ്പ എന്ന് പറഞ്ഞ? ഹൗ ആർ യു. അങ്ങനെ അലൈപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ആർ യു എന്നാണ് കേട്ടോ. ചെരുപ്പൊന്ന് ഊരിക്കോട്ടെ. ഇനി വീടിനുള്ളിലേക്ക് നമുക്ക് കയറാം.
ഇവിടുത്തെ വീടുകളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്കിഷ്ടം ഇങ്ങനത്തെ വീടുകളൊക്കെ. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ഇല്ലല്ലോ ഇങ്ങനത്തെ വീടുകൾ. നല്ല എക്സ്പെൻസ് ആവും നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു വീട് പണിയണമെങ്കിൽ. കാരണം നമ്മുടെ നാട്ടിൽ തടി കിട്ടിയാലും നമുക്കിതുപോലെ പണിയണമെങ്കിൽ നല്ല ക്യാഷാവും. ആശാരിപ്പണിക്കൊക്കെ ഇപ്പോൾ എന്താ റേറ്റ്. ഇവിടെ ആകുമ്പോൾ ഇവരെല്ലാം സ്വന്തമായിട്ടങ്ങ് പണിത് സെറ്റാക്കി ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറാം. വോൾട്ടേജ് കുറവാണ് ഇവിടെ. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വോൾട്ടേജ് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. സാരമില്ല, ഉള്ള വെളിച്ചത്തിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെ വീടിനകം. കണ്ടോ, ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതുപോലെ ഇങ്ങനെ വിറകൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴ്വശത്തായിട്ട് അവരിങ്ങനെ തീ കാഞ്ഞിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ഇവരുടെ വീടിനകം. ഇങ്ങനെ ഈ തണുപ്പ് കാലത്ത് ഇതിന് ചുറ്റും ഇരുന്ന് ഇങ്ങനെ അവരിങ്ങനെ തീ കായും. आपका नाम क्या है? मेरा नाम दामिन अचुंग। दामिन अचुंग। नाइस टू मीट यू। दामिन अचुंग है। दामिन अचुंग। मेरा सर्कल भी दामिन है। ओके। मेरा नेटिव प्लेस भी दामिन है। ओके ओके। और कुरुकुमे डिस्ट्रिक्ट से बिलोंग करता है। ओह अच्छा। राजधानी ईटानगर है, अरुणाचल प्रदेश। और सभी लोग को देखने वाला को बहुत अच्छा से दोस्त लोग सब्सक्राइब कर दो। ओके। मैं भी अभी जस्ट ईटानगर से आया है, जस्ट रिच ना पहुंचा अभी। നമ്മൾ ഡാമിൻ ഗ്രാമത്തിലൂടെ ഇങ്ങനെ വൈകിട്ട് നടന്നു വരുമ്പോൾ അച്ഛൻ്റെ പരിചയത്തിലുള്ള അച്ഛൻ്റെ ഒരു സുഹൃത്തും അതുമാത്രമല്ല ചർച്ചിൻ്റെ സെക്രട്ടറിയുമൊക്കെ ആയിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ അനിയൻ നമ്മളെ ക്ഷണിച്ച് ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനുശേഷം പുറത്ത് നല്ല തണുപ്പാണ്. ബിബിൻ നേരത്തെ പറഞ്ഞല്ലോ പുറത്ത് നല്ല തണുപ്പാണെന്ന്. അപ്പോൾ ഇവിടെ അവരുടെ വീട്ടിൻ്റെ ഫയർ പ്ലേസിൽ നമ്മളിങ്ങനെ ഇരുന്ന് തീ കായുകയാണ്. അപ്പോൾ ഇങ്ങനെ തീ കാഞ്ഞിരുന്നപ്പോൾ നല്ല സുഖമുണ്ട്. തണുപ്പുള്ള സമയത്ത് ഇതേപോലെ തീ കായാൻ കിട്ടുന്നതൊരു നല്ല സുഖമുള്ളൊരു ഏർപ്പാടാണ്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ഈ നിഷി എന്ന് പറഞ്ഞൊരു ഗോത്ര വർഗ്ഗക്കാരാണ് ഈ ഡാമിൻ ഗ്രാമത്തിലുള്ളത്. അപ്പോൾ അവരുടെ ഒരു വീടിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഘടന എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിശാലമായിട്ടുള്ള ചതുരാകൃതിയിലുള്ളൊരു ഹോളാണ്. ആ ഹോളിൻ്റെ ഒത്ത നടുവിൽ ഇങ്ങനൊരു ഫയർ പ്ലേസ് എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ മേളിലൊരു തട്ടിൽ അവർ വിറകും വെച്ചിട്ടുണ്ടാവും. അതുമാത്രമല്ല ഈ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറത്തൊരു പാത്രത്തിൽ അവർ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടാവും. വെറുതെ തീ കത്തയല്ലേ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെള്ളവും തിളപ്പിച്ചെടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് അതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ നിഷി ഗോത്ര വിഭാഗക്കാരുടെ ഗൃഹനിർമ്മാണത്തിൻ്റെ രീതികളും അവരുടെ ഗൃഹത്തിൻ്റെ ഘടനയുമൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഈ ഗോത്ര വിഭാഗത്തിൻ്റെ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് അച്ഛനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അച്ഛൻ എന്തായാലും ഈ ഒരു ഡാമിൻ ഗ്രാമത്തിൽ എത്തിയിട്ട് കുറച്ച് നാളായി, 3 വർഷമായെന്നല്ലേ അച്ഛൻ പറഞ്ഞു? 3 വർഷമായി. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അച്ഛൻ ഈ ഒരു നിഷി ഗോത്ര വിഭാഗക്കാരെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇവരുടെ ഒരു സംസ്കാരം, ഇവരുടെ ഒരു ജീവിത രീതി മറ്റുമൊക്കെയാണ് അറിയേണ്ടത്. അവരുടെ ഒരു കുടുംബ രീതി, അതിനെക്കുറിച്ചൊക്കെയാണ് അറിയേണ്ടത്. അപ്പോൾ അച്ഛന് അറിയാവുന്ന വിവരങ്ങളൊന്ന് നമ്മളോടൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. നമുക്കറിയാം, അരുണാചൽ പ്രദേശിൽ ഒത്തിരിയേറെ ട്രൈബൽ വിഭാഗങ്ങളുണ്ട്. ചെറുതും വലുതുമായ 10-26ഓളം ട്രൈബൽ വിഭാഗങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ടൊരു വിഭാഗം നിഷി എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശിൽ ഏകദേശം ഒരു 60% ആളുകൾ നിഷി വിഭാഗത്തിൽപ്പെട്ടവരാണ്. നിഷി അവർക്ക് സ്വന്തമായിട്ട് നിഷി ലാംഗ്വേജ് ഉണ്ട്, നിഷി ഭാഷയുണ്ട്. അതിന് ലിപിയില്ല, പക്ഷേ അവർ നിഷി ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ ഇവർക്ക് ഇവരുടേതായ ജീവിത രീതികളുണ്ട്. അത്ര അങ്ങോട്ട് യുണീക്കായിട്ടുള്ളൊരു ട്രൈബലല്ല. അതായത് ഇവർ നേരെ താമസിച്ചുകൊണ്ടിരുന്നത് കാടുകളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതായത് തനി വനത്തിനുള്ളിൽ ജീവിച്ചിട്ട് ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഒരു കൂട്ടം ചേർന്ന് താമസിക്കാനൊക്കെ തുടങ്ങിയത്. ഒരു ഡെവലപ്മെന്റിലോട്ട് മാറാൻ തുടങ്ങി. ഒത്തിരി നാളൊന്നും ആയില്ല, അടുത്ത കാലത്ത് മാത്രമാണ്. അതിനു മുമ്പ് വരെ ഇവർ നിഷി വിഭാഗക്കാർ താമസിച്ചുകൊണ്ടിരുന്നത് കാടുകൾ തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് എഡ്യൂക്കേഷനോ മറ്റ് അങ്ങനത്തെ നോളജോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ കാടിനുള്ളിൽ അവരുടെ കുടുംബമായിട്ട് തന്നെ താമസിച്ചിട്ടുണ്ട്. പിന്നെ കുടുംബത്തിൻ്റെ പ്രത്യേകത വെച്ച് പോളിഗമി പൊതുവെ പിന്തുടർന്ന് പോകുന്നവരാണ് ഇവർ. ഒന്നിലധികം ഭാര്യമാരും 3-4 ഭാര്യമാരൊക്കെ ഉള്ളവരുണ്ട്. ഇപ്പോഴും അങ്ങനത്തെ ഉള്ള രീതിയിൽ ഇപ്പോൾ കുറഞ്ഞു. ഇപ്പോൾ ഏകഭാര്യത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ചില ഇടങ്ങളിൽ ബഹുഭാര്യത്വം 3-4 ഭാര്യമാർ ഉള്ളവരിങ്ങനെ ഉള്ളവരുണ്ട്.
അതുപോലെ തന്നെ ഇവർക്ക് അപ്പോൾ അവരൊക്കെ ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്? അവരെല്ലാം ഒരു വീട്ടിലാണ്. ഈ വില്ലേജുകളെല്ലാം അവരെല്ലാം ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. നഗരങ്ങളിലേക്ക് പോകും തോറും അവർക്ക് പല പല വീടുകൾ, പല വീടുകളായിട്ട്, അതായത് ഒരാൾക്ക് പല ഭാര്യമാരുണ്ടെങ്കിൽ ഒരാൾക്ക് പല പല വീടുകൾ, ഒരാൾക്ക് ഒരു വീട് വെച്ചാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ വില്ലേജിൽ പല ഭാര്യമാരുണ്ടെങ്കിലും അവർ ഒറ്റ വീട് താമസിക്കുന്നവരാണ് ഉള്ളത്. പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് അവരുടെ തന്നെ നല്ല ആചാരങ്ങളുണ്ട്, ട്രഡീഷണൽ ഡ്രസ്സുകളുണ്ട്, ട്രഡീഷണൽ ഡാൻസ് ഉണ്ട്, ട്രഡീഷണൽ പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാം ഇവർ ട്രൈബൽസ് ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് ചെയ്യുന്നവരല്ല. ട്രൈബൽസ് ആണ് കൃഷിയിൽ ഒത്തിരി അങ്ങോട്ട് ചെയ്യുന്നവർ. മാർക്കറ്റിംഗ് പോലെ കൃഷി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നവരല്ല അവരുടെ ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്തെടുക്കുന്നവരാണ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ ചായ വന്നിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് ചായ കിട്ടി. അതാണ് നമ്മളിങ്ങനെ അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചായ എത്തിയിട്ടുണ്ട്. ഡാമിൻ ചായ ഡാമിൻ സീമ. അപ്പൊ ഇവിടുത്തെ വീട്ടുകാരിയുടെ പേര് ഡാമിൻ സീമ എന്നാണ്. അപ്പോൾ ഡാമിൻ സീമ നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഒരു ചായ ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചായ കുടിച്ചുകൊണ്ട് ഇനിയും മറ്റു വിശേഷങ്ങൾ പറയാം. ചായ കുടിച്ചുകൊണ്ട് ഇനി ഭക്ഷണത്തെക്കുറിച്ച് പറയാം. ഇവർക്ക് 2 നേരം ഇവർ ഭക്ഷണം കഴിക്കുള്ളൂ. അരിയാണ് 2 നേരമാണ് ഇവർ പൊതുവായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, രാവിലെയും വൈകിട്ടും. രാവിലെ വൈകുന്നേരം, രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും ഇവർ രാവിലത്തെ ഭക്ഷണം കഴിക്കും. എന്നിട്ട് വൈകിട്ട് ഒരു 5-6 മണിയാകുമ്പോഴത്തേക്കും വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കും. അതാണ് ഇവരുടെ ഭക്ഷണ രീതി എന്ന് പറയാം. രാവിലെ നേരം വിളിക്കുകയും നേരത്തെ തന്നെ സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ രാവിലെ തന്നെ ഇവർ കാപ്പി കുടിച്ചിട്ട് ഇവർക്ക് സ്വന്തമായിട്ട് ജോലിക്ക് പോകുന്നവരുണ്ട്. ജോലി എന്ന് പറയുമ്പോൾ നേരത്തെ ഇവർ വനത്തിലോട്ടൊക്കെ ഇവരെന്തെങ്കിലും ശേഖരിക്കാനൊക്കെ ആയിട്ട്, ഭക്ഷണം ശേഖരിക്കാനായിട്ട്, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നോട്ട്, നെല്ല് കൃഷി ചെയ്യുന്നിടത്തൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ ഇവരെ ഗവൺമെൻറ്റിൻ്റെ ഒരു ജോലി അവർക്ക് കിട്ടുന്നുണ്ട്. അതായത് BRO റോഡ് വെട്ടുന്നുള്ളതുകൊണ്ട് ഇവർ റോഡ് പണിക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ അതാണ് ഇവരുടെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. പണ്ട് അതിന്റെ കോൺട്രാക്ട് ഇവർ ഏറ്റെടുക്കുന്നുണ്ടോ? കോൺട്രാക്ട് ഏറ്റെടുക്കുന്ന ഗവൺമെന്റ് ഇവരെ ഈ തൊഴിലുറപ്പ് പോലെ ഇവർക്ക് വർക്ക് കൊടുക്കുന്നുണ്ട്. മാസ ശമ്പളമാണ് 15,000 രൂപ. എനിക്ക് തോന്നുന്നു 15,000 ഇടയ്ക്ക് കൂട്ടിന്ന് പറഞ്ഞിട്ടാണ്. നേരത്തെ 2 വർഷം മുമ്പ് 15,000 15,000 രൂപ വെച്ച് ഒരു മാസം കൊടുക്കും. അപ്പോൾ എല്ലാ ദിവസവും പോയി അറ്റൻഡ് ചെയ്യണം. ചിലപ്പോൾ ഒത്തിരി നേരം വർക്ക് കാണത്തില്ല. എന്നാലും ഇവരൊന്ന് റോഡ് വെട്ടുന്ന ഇവരെ ഒന്ന് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഗവൺമെന്റ് അത്തരത്തിലൊരു ഓഫറുകൾ വച്ചേക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇവർ പൊതുവെ ട്രൈബ്സ് ആണല്ലോ. അപ്പോൾ ഇവർക്ക് അവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ജീവിത രീതികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഒരു തലമുറ അല്ലെങ്കിൽ ഒരു 2 തലമുറ മുന്നേ ക്രിസ്തീയ മതത്തിലേക്ക് വന്നവരാണല്ലോ. അപ്പോൾ അവർ ഈ ക്രിസ്തീയ മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ സ്വാംശീകരിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ പഴയ സംസ്കാരമൊക്കെ തുടരുന്നുണ്ടോ, അതോ പുതിയ രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ടോ? ക്രിസ്തീയതയിലേക്ക് വന്നെന്ന് നിർത്തണം. ഇവരുടെ പഴയ ആചാരങ്ങൾ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ലോങ് ഡേ ഫെസ്റ്റിവൽ എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ അറിയപ്പെടുന്നത്. ഏപ്രിൽ 15-നാണ് ഇവർ ലോങ് ഡേ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. ഏകദേശം 1.5 ആഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ്. അത് പരമ്പരാഗത ഫെസ്റ്റിവലാണ്. അപ്പോൾ ഇവിടുന്ന് ഒത്തിരി ആൾക്കാർ ഇറ്റാനഗറിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഇറ്റാനഗറിൽ പഠിക്കാൻ പോയവരുണ്ട്, അങ്ങനെ മറ്റു ആവശ്യങ്ങൾ കൊണ്ട് പോയവരുണ്ട്. അവരെല്ലാം ഈ ലോങ് ഡേ ഫെസ്റ്റിന് വേണ്ടി ഈ ഒരാഴ്ച ഡാമിന് വരും. അപ്പോൾ ഒരാഴ്ച ഈ ഗ്രാമത്തിൽ മൊത്തം ഉത്സവമാണ്. അതായത് ധാരാളം ആൾക്കാർ വരും, ഒത്തിരി ആൾക്കാരും പുറമേ നിന്നുള്ളവർ വരും. എന്നിട്ട് ലോങ് ഡേ ഫെസ്റ്റിവൽ ഭയങ്കര ആഘോഷമാണ്. ഗെയിംസ്, കൾച്ചറൽ പ്രോഗ്രാംസ്, കൾച്ചറൽ ഈവൻറ്റ്സ്, അതുപോലെ തന്നെ മറ്റനേകം കൾച്ചറൽ കോമ്പറ്റീഷൻ, മറ്റു കോമ്പറ്റീഷൻസ്, ലിറ്റററി കോമ്പറ്റീഷൻ, അങ്ങനെ പല പരിപാടികളുണ്ട്. ഒരാഴ്ച. അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ, പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള വലിയ ആഘോഷമാണ് ഈ ലോങ് ഡേ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് പരമ്പരാഗതമായിട്ട് ഇവർക്ക് ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അച്ഛന് എന്തെങ്കിലും അറിയാമോ? ഇവർക്ക് പരമ്പരാഗത ഡ്രസ്സിങ് സ്റ്റൈലുണ്ട്, മാലകളുണ്ട്, മാലാസ് ഉണ്ട്, അതുപോലെ തൊപ്പിയുണ്ട്, പിന്നെ പലതരത്തിലുള്ള അരപ്പട്ടയുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ ഉള്ള ഡ്രസ്സിങ് സ്റ്റൈലുകൾ, ട്രഡീഷണൽ ഡ്രസ്സിങ് സ്റ്റൈലുകളുണ്ട്. ഈ ട്രഡീഷണൽ ഡ്രസ്സിന് പ്രത്യേകിച്ച് പേരുണ്ട്. ബമോ എന്ന് പറയും. ബമോ അതിൽ ഒരു കോട്ട് പോലെ ഉള്ള ബമോ എന്ന് പറയും. മെയിൻ ഫംഗ്ഷന് ഇവരെല്ലാവരും ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വരും. പള്ളിയിലാണെങ്കിലും അതുപോലെ തന്നെ ഇവരുടെ ഫംഗ്ഷൻ ആണെങ്കിലും, ഇനി എന്തെങ്കിലും VIPs ഒക്കെ വരുമ്പോഴാണെങ്കിലും ഇവർ
ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ്, ഫുൾ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് ഇവർ വരുന്നത്. അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകിച്ച് പാട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഇവർക്ക് ട്രഡീഷണൽ പാട്ടും ഡാൻസും ഉണ്ട്. പലതരത്തിലുള്ള ഡാൻസുകളും ഇവർക്കുണ്ട്. അതിന് ഒത്തിരി കോമ്പറ്റീഷൻ ഇപ്പം നടക്കുന്നുണ്ട്. ഓരോ പ്രോഗ്രാം വരുമ്പോൾ ഡാൻസ് കോമ്പറ്റീഷനും അതുപോലെ സോങ് കോമ്പറ്റീഷനൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അവർ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്യും, എല്ലാ സ്ത്രീകളും ഡാൻസ് ചെയ്യും, അതുപോലെ എല്ലാ പുരുഷന്മാരും തന്നെ ഓൾമോസ്റ്റ് ഡാൻസ് ചെയ്യുന്നതാണ്. പാട്ടിനോടും ഡാൻസിനോടും പ്രത്യേക ഒരു മമത ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അത് എല്ലാവരും ഡാൻസ് ചെയ്യും, ആരും മാറി നിൽക്കുന്നില്ല, എല്ലാവരും അതിനോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ് ഇവരെല്ലാം. പിന്നെ നമ്മൾ ഈ ഗ്രാമത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ കുറേ പുരുഷന്മാരുടെ അവരിങ്ങനെ ഒരു തോളത്തൂടെ ഇങ്ങനെ കത്തിയോ എന്തോ മറ്റോ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു ട്രഡീഷൻ്റെ ഭാഗമാണ്. അത് ഈ വസ്ത്രം പോലെ തന്നെ അത് ഒരു ട്രഡീഷനാണ്. അതിന് ദാവ് എന്ന് പറയും, പലതരത്തിലുള്ള ദാവ്. ആ ദാവ്, ഒറിജിനൽ ദാവ് വരുന്നത് ചൈനയിൽ നിന്നാണ്. ഇവർക്ക് ചൈനയിൽ പോയി ഒറിജിനൽ ദാവും ഒറിജിനൽ മാലയെല്ലാം വരുന്നത് ചൈനയിൽ നിന്നാണ്. ഇത് അരുണാചലിൽ അതിന് നല്ല വിലയുള്ള സാധനമാണ്. 1 ലക്ഷം രൂപ വരെ പോകുന്ന മാത്രം വിലയുള്ള ഒരു സാധനമാണ്. അത് പഴക്കം കൂടുന്തോറും അതിന് വിലയും കൂടും. അപ്പോൾ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ദാവുകളെ മേടിക്കാൻ കിട്ടും. പക്ഷെ അതല്ല, ഒറിജിനൽ ദാവിന് അതിന് പ്രത്യേകതയുണ്ട്. അതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമുക്ക് അത്ര തരത്തിലെയും ഈ ഒറിജിനൽ ദാവും ഡ്യൂപ്ലിക്കേറ്റിനും കണ്ടാലറിയാം. അതിനകത്ത് ചില വരകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് അത് തൊട്ട് നോക്കി അറിയാം അത് ഒറിജിനലാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അത് തൊട്ട് നോക്കി അറിയാം. ഇപ്പോൾ ഒറിജിനൽ ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല, അത് ചൈനയിൽ നിന്ന് പ്രത്യേക തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് മാലകളും മുത്തുകളും ഒക്കെ വരുന്നത് ചൈനയിൽ, ഒറിജിനൽ സാധനം അസൽ സാധനം വരുന്നത് ചൈനയിൽ നിന്നാണ്. അച്ഛനിപ്പോൾ ചൈനയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ചൈനയുടെ ഒരു അതിർത്തി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അധികം ഒരു 20-30 കിലോമീറ്റർ മാറിയിട്ടാണ് ചൈനയുടെ അതിർത്തി ഉള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ നിഷി ട്രൈബ് എന്ന് പറയുന്നത് നമ്മുടെ അതിർത്തി വെച്ച് മാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ ഒരുപക്ഷെ ഈ ചൈനയുടെ ഭാഗത്തും നിഷി ട്രൈബ് ഉണ്ടോ? നിഷിയാണ് ഇവരുടെ ട്രൈബ്. നിഷി എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ ഹിസ്റ്ററി നമുക്ക് അറിയത്തില്ലെങ്കിലും ഇവർ ചൈനയുടെ ഒരു ഭാഗത്തു നിന്ന് ആയിരിക്കാം. അപ്പം ഇവരൊക്കെ ഒരു നമുക്ക് നിഷി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രീതി ആയിരിക്കില്ല വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ. അതിൻ്റെ ഒരു ഉപവിഭാഗം ചിലപ്പോൾ ചൈന, ടിബറ്റൻ ചൈനയിൽ കാണാം. ഇവരുടെയൊക്കെ പൂർവികർ ഏതെങ്കിലും ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നതായിരിക്കാം. അപ്പോൾ ഇവർക്ക് ചൈനയുമായിട്ട് ഇപ്പോഴും ഒരു ട്രഡീഷണൽ ട്രേഡ് ബന്ധമുണ്ട്, അതൊരു കച്ചവട ബന്ധമുണ്ട്. ഇവർക്ക് ഇവിടുത്തെ സാധനങ്ങൾ ചൈനയിൽ പോയി കൊടുക്കുന്നുണ്ട്. അവിടുത്തെ മാലാസും ദാവും ഒക്കെ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. അത് ഇവർക്ക് ചൈന ക്രോസ് ചെയ്യാൻ ഒരു പെർമിഷൻ 2 ഗവൺമെൻറ്റും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇത് ഇവർക്ക് നിഷി പീപ്പിൾസിന് ഇവർക്ക് മാത്രം കൊടുത്തിട്ടുള്ള ഒരു ആനുകൂല്യമാണ്. അത് ഇവർക്ക് ചൈന ക്രോസ് ചെയ്ത് ഒരു ഗ്രാമത്തിൽ പോയി അത്യാവശ്യം കച്ചവടം ചെയ്തിട്ട് തിരിച്ചു വരാനുള്ള ഒരു പെർമിഷൻ ഇന്ത്യ ഗവൺമെൻറ് ഇവർക്ക് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു പ്രിവിലേജാണ്. മറിച്ച് ചൈനയിലുള്ള ആൾക്കാർക്ക്, ഇവരുടെ ട്രൈബിലുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനുള്ള പെർമിഷൻ ഉണ്ടോ? ഇല്ലില്ല. ചൈന അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള പെർമിഷൻ ഇല്ല. ഇവർ അങ്ങോട്ട് പോയി കച്ചവടം നടത്തി തിരിച്ചു വരാനുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ. ചൈനീസ് ആർമിക്ക് കുഴപ്പമില്ല, കയറ്റി വിടും. എനിക്കൊന്ന് മൊബൈൽ ഫോൺ എല്ലാം പിടിച്ചു വെക്കും, എല്ലാം ചെക്ക് ചെയ്യും. ഒത്തിരി നിബന്ധനകൾ വെച്ചിട്ട് കയറ്റി വിടും. അതുപോലെ നിഷി ട്രൈബിന്റെ ഒരു വിവാഹമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണ്? വിവാഹം എന്ന് പറയുമ്പോൾ ഒത്തിരി ചടങ്ങുകൾ നമുക്ക് നാട്ടിലപ്പോൾ ഒത്തിരി ചടങ്ങുകൾ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇവരുടെ മെയിൻ ആഘോഷം എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. എല്ലാവരും ഭക്ഷണം കൊടുക്കുന്നതാണ്. ഒരു കല്യാണം കഴിക്കുമ്പോൾ പെണ്ണിന്റെ വീട്ടിലാണ് ഇവരുടെ ആദ്യത്തെ ഫംഗ്ഷൻ നടക്കുക. അപ്പോൾ ഇവിടുന്ന് ചെറുക്കൻ ഒരു എൻഗേജ്മെന്റ് പോലെ അത്ര ചടങ്ങുകളൊന്നുമില്ല. ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടിൽ പോയി അവിടെ കല്യാണം ആലോചിക്കുന്നു. അത് കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിലോട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് പെണ്ണിനെ വീട്ടുകാർ വന്ന് പെണ്ണിനെയും കൊണ്ട് വന്ന് ചെറുക്കനെ വീട്ടിൽ വെച്ച് തന്നെ കല്യാണം നടത്തുന്നത്. അതുപോലെ ഇവരുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഉള്ള ഒരു ഡൗറി സിസ്റ്റം ഇവിടെ ഉണ്ടാവും. ഒരു ഡൗറി സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടുകാർക്ക് സമ്മാനങ്ങൾ കൊടുക്കും, സമ്മാനം പോലെ കൊടുക്കും. അതായത് ഇവരുടെ സമ്മാനം കൊടുക്കാൻ മിഥുനെ അല്ലെങ്കിൽ ഓർണമെന്റ്സ്. മിഥുൻ എന്ന് പറഞ്ഞൊരു ആ മൃഗം, ഇവർ കാട്ടുമൃഗം പറഞ്ഞാൽ ഇവരുടെ സ്വന്തം വളർത്തുന്നതാണ്, ഇവരുടെ സ്വന്തമായിട്ടുള്ള മൃഗമാണ്. അതിനെ പെണ്ണിന്റെ വീട്ടുകാർക്ക് കൊടുക്കും. അതുപോലെ ഓർണമെന്റ്സ്, മാലകൾ ഇവർക്ക് പരസ്പരം ചെറുക്കന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടുകാർക്ക് കൈമാറും. സ്വർണ്ണമല്ല, മുത്തുകൾ. അരുണാചൽ പ്രദേശ് അത് നല്ല വിലയാണ്. ഔട്ട് ഓഫ് അരുണാചൽ അതിന് ഇത്ര വില ഡിമാൻഡ് ഇല്ലെങ്കിലും അരുണാചൽ മാലകൾക്ക് നല്ല വിലയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കിയ നിഷി ഗോത്ര വിഭാഗക്കാരുടെ വിശേഷങ്ങളും അവരുടെ സംസ്കാരവും ജീവിത രീതിയുമൊക്കെ.
നമ്മളങ്ങനെ ഗ്രാമത്തിലൂടെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് അവിടെ പോയി ചായ കുടിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഇരുട്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സമയം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോഴത്തേനും ഈ ഒരു സമയത്ത് എന്തായാലും ഇരുട്ടാകില്ല. പക്ഷേ ഇവിടെ ഇരുട്ടാകും. 5:30 ആയപ്പോഴത്തേനും ഒരു 8 മണി ആയൊരു ഫീലാണ്. അത്രയും ഇരുട്ടായിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നോക്കിക്കേ, വഴിവിളക്ക് തെളിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കടകളൊക്കെ ഇനി അവർ അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ 5:30 ആകുമ്പോഴത്തേനും കടകളൊക്കെ അടച്ച് അവരവരുടെ വീടുകളിലേക്ക് പോകുന്നതായിരിക്കും. വീടുകൾ മീൻസ് അതിനോട് ചേർന്ന് തന്നെയാണ് അവർ താമസിക്കുന്നത്. എന്തായാലും ഈ ഒരു സമയം വരെയൊക്കെയാണ് ഇവിടുത്തെ കടകൾ പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ രാവിലെ നേരത്തെ നേരം വെളുക്കും. ഒരു 4:30 ആകുമ്പോഴത്തേനും ഇവിടെ നമുക്ക് നല്ല വെളിച്ചം കിട്ടുന്നതാണ്. അപ്പോൾ രാവിലെ 4:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെളിച്ചം കിട്ടുന്ന ഒരു സമയം. അതിനുള്ളിൽ വേണം നമുക്ക് ഇവിടുത്തെ വിഷ്വൽസൊക്കെ ചിത്രീകരിച്ച് തീർക്കാനായിട്ട്. 4:30 ആകുമ്പോഴൊന്നും നമ്മൾ എന്തായാലും എണീക്കുകയില്ല. സൂര്യനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ സൂര്യനെ കാണാനും പറ്റില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ സൈഡിലായിട്ട് നോക്കി ഒരു അമ്മാവനും കൂടെ നിൽപ്പുണ്ട്. അമ്മാവൻ്റെ ഡ്രസ്സൊക്കെ കണ്ടോ, ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെയാണ്. നമ്മളങ്ങനെ വൈൻഡപ്പൊക്കെ എടുക്കാൻ നേരത്ത് അമ്മാവൻ പതുക്കെ വന്ന് ഞങ്ങളുടെ സൈഡിലേക്ക് വന്ന് കൂടിയതാണ്. അപ്പോൾ അമ്മാവനോട് പറഞ്ഞു എന്തായാലും അവിടെ നിന്നോ, നമ്മുടെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി കേട്ടോ. അങ്ങനെ അദ്ദേഹം നമ്മോടൊപ്പം ഈ ഒരു വൈൻഡപ്പ് സമയത്ത് കൂടിച്ചേർന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നേരെ തിരിച്ച് പ്രീസ്റ്റ് ഹോമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അവിടെ പോയി നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. പതിവ് പോലെ നമ്മൾ പിറ്റേ ദിവസവും നമ്മുടെ ബാക്കി യാത്രകൾ തുടരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഡാമിൻ വില്ലേജിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1ൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ അവർക്കും ബൈ.